JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പ്ലാന്റ് അസിസ്റ്റന്റ് ഗ്രേഡ് 3 തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ചുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭ്യമാണ്. ക്ലാസ്സുകളെല്ലാം തന്നെ പ്ലേലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്യേണ്ട പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്ത ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. ഇന്ന് നമ്മളൊരു മോഡൽ എക്സാം ആണ് ചെയ്തു നോക്കുന്നത്. നമ്മൾ ഇതുവരെ ചെയ്ത ക്ലാസ്സുകൾ വെച്ച് ഒരു മോഡൽ എക്സാം ആണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്തു നോക്കിക്കുക എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടുമെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് മോഡൽ എക്സാം ഒന്ന് ചെയ്തു നോക്കിയാൽ അറിയാം ഓരോരുത്തരുടെയും പഠന നിലവാരം എത്ര കണ്ട് ഉയർന്നിട്ടുണ്ട് എന്ന്. അപ്പോൾ നമുക്ക് മോഡൽ എക്സാമിലേക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മേലധികാരിക്ക് അയക്കുന്ന അവസരത്തിൽ പ്രസ്തുത കത്തിന്റെ ഔദ്യോഗിക അഭിസംബോധന ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മേലധികാരിക്ക് അയക്കുന്ന ഔദ്യോഗിക കത്തിലെ ശരിയായ അഭിസംബോധന ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ. ആദരണീയനായ ശ്രീ അല്ലെങ്കിൽ ശ്രീമതി. ഔദ്യോഗിക കത്തില് ബഹുമാനപൂർവമായ ഔപചാരിക അഭിസംബോധനയാണ് സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ ഔദ്യോഗികമായ കത്തുകളൊക്കെ എഴുതുന്ന അവസരത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ടും ഓർത്തിരിക്കേണ്ടത് നിർബന്ധമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഔദ്യോഗിക കത്തിലെ വിഷയവരി സബ്ജക്റ്റ് എഴുതേണ്ടത് എവിടെയാണ്? ഔദ്യോഗികമായ കത്തുകളൊക്കെ എഴുതുന്ന അവസരത്തിൽ അതിൻ്റെ അകത്ത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വിഷയവരി അല്ലെങ്കിൽ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അത് എഴുതേണ്ടത് എവിടെയാണ് എന്നതിനെ കുറിച്ച് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ എവിടെയാണ് എഴുതേണ്ടത് ഔദ്യോഗിക കത്തിലെ വിഷയവരി അല്ലെങ്കിൽ സബ്ജക്റ്റ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ. അയച്ചവന്റെ വിലാസത്തിനും അഭിസംബോധനയ്ക്കും ശേഷം, അതായത് വിഷയം, കത്തിന്റെ ഉദ്ദേശം എന്നിവ ചുരുക്കത്തില് വ്യക്തമാക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രസ്തുത കാര്യത്തെക്കുറിച്ച്, വിഷയത്തെക്കുറിച്ച് കൃത്യമായിട്ട് സബ്ജക്റ്റ് ആണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമ്മൾ എന്താണ് കത്തിന്റെ ഉള്ളടക്കത്തിലുള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വിഷയം അല്ലെങ്കിൽ സബ്ജക്റ്റ് കൃത്യമായിട്ട്, വിഷയവരി കൃത്യമായിട്ട് മനസ്സിലാക്കി തരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഔദ്യോഗിക കത്തിലെ വിഷയവരി എഴുതേണ്ടത് എവിടെയാണ്? അയച്ചവന്റെ വിലാസത്തിനും അഭിസംബോധനയ്ക്കും ശേഷമാണ് വിഷയവരി എഴുതേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ. ഔദ്യോഗിക കത്തിലെ ഭാഷ എങ്ങനെയായിരിക്കണം? ഇപ്പോൾ ഔദ്യോഗിക കത്തുകളൊക്കെ എഴുതുന്ന അവസരത്തിൽ അതിന്റെ ഭാഷ എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ. ലളിതവും ഔപചാരികവുമായ ഭാഷയായിരിക്കണം അല്ലെ. ഔദ്യോഗിക കത്ത് വ്യക്തവും ഔപചാരികവുമായ ഭാഷയിലാണ് എഴുതേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ. അവധി അപേക്ഷ കത്തിൽ ഉൾപ്പെടുത്തേണ്ട പ്രധാന ഘടകം ഏത്? ഇപ്പോൾ എല്ലാവർക്കും ജോലി ചെയ്യുന്ന ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അവധിക്ക് അപേക്ഷ നൽകേണ്ടത്, അവർക്ക് എന്തെങ്കിലും അത്യാവശ്യങ്ങളൊക്കെ വരുന്ന അവസരത്തിലും അല്ലെങ്കിൽ പല അവസരങ്ങളിലും ചിലപ്പോൾ അവധിക്ക് അപേക്ഷ നൽകേണ്ടതായിട്ടുണ്ട് അല്ലെ. അപ്പോൾ അങ്ങനെ അവധിക്ക് അപേക്ഷ നൽകുന്ന അവസരത്തിൽ അതിന്റെ കത്തിൽ ഉൾപ്പെടുത്തേണ്ട പ്രധാന ഘടകം ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ. അവധി ആവശ്യമായ കാരണം, അതായത് അവധി അനുവദിക്കാൻ ആവശ്യമായ കാരണം വ്യക്തമായി വ്യക്തമാക്കണം. അപ്പോൾ അത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അല്ലെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഔദ്യോഗിക കത്തില് ഞാൻ അറിയിക്കുകയാണ് എന്നതിനു പകരം അനുയോജ്യമായ വാചകം ഏത്? ഔദ്യോഗിക കത്തൊക്കെ എഴുതുന്ന അവസരത്തിൽ ആ കത്തില് ഞാൻ അറിയിക്കുകയാണ് എന്നതിന് പകരം അനുയോജ്യമായ വാചകം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ. താങ്കളെ അറിയിക്കുന്നു. ബഹുമാനം, ഔദ്യോഗിക കത്താകുമ്പോൾ എന്താ വേണ്ടത്? ബഹുമാനം ഉണ്ടായിരിക്കണം അല്ലെ. ബഹുമാനം പ്രകടമാക്കുന്ന വാചകങ്ങളാണ് ഉപയോഗിക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ. മേലധികാരിക്ക് അയക്കുന്ന കത്തില് ഒപ്പിന് മുകളിൽ സാധാരണയായി എഴുതുന്നത് എന്ത്? മേലധികാരിക്കൊക്കെ കത്തയക്കുന്ന അവസരത്തിൽ ഒപ്പിടണം അല്ലെ. ആ ഒപ്പിന് മുകളിൽ സാധാരണയായി എഴുതുന്ന എന്താണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ. ആദരപൂർവം. ആദരപൂർവം പോലുള്ള വാക്കുകളൊക്കെ ഔദ്യോഗിക കത്തിന് അനുയോജ്യമായതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഔദ്യോഗിക കത്തിൽ ഒഴിവാക്കേണ്ടത് ഏത്? ഈ ഔദ്യോഗിക കത്ത് എഴുതുന്ന സമയത്ത് അവസരത്തിൽ ഒഴിവാക്കേണ്ടത്, ആ കത്തിൽ ഒഴിവാക്കേണ്ടത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ്?
ഓപ്ഷൻ സി ആണല്ലേ, സംസാര ഭാഷ ഔദ്യോഗികത്തില് യോജിച്ചതല്ല, അതുകൊണ്ട് അത് ഒഴിവാക്കേണ്ടതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മേലധികാരിക്ക് നൽകിയ അപേക്ഷയുടെ ശരിയായ അവസാനം ഏത്? മേലധികാരിക്ക് നൽകിയ അപേക്ഷയുടെ ശരിയായ അവസാനം ഏത്? 4 ഓപ്ഷൻ ഉണ്ട്, ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, കൃപയോടെ പരിഗണിക്കണമെന്ന അപേക്ഷ. അതാണ് മേലധികാരിക്ക് നൽകിയ അപേക്ഷയുടെ ശരിയായ അവസാനം ഏതാണ്? കൃപയോടെ പരിഗണിക്കണമെന്ന അപേക്ഷ. വിനയപൂർവമായ അപേക്ഷയാണ് അവസാനിപ്പിക്കേണ്ടത്. നമ്മൾ കാര്യസാധ്യം അല്ലെങ്കിൽ എന്തെങ്കിലും മേലധികാരിക്ക് കത്തെഴുതുന്ന അവസരത്തിൽ എന്താണ്, പരമാവധി വിനയപൂർവമായ രീതിയിൽ വേണം അപേക്ഷ എഴുതേണ്ടത്. അതുകൊണ്ട് തന്നെ വിനയപൂർവമായ അപേക്ഷയാണ് അത് അവസാനിപ്പിക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, ഔദ്യോഗിക കത്തില് തീയതി എഴുതേണ്ടത് എവിടെ? ഔദ്യോഗിക കത്തുകളൊക്കെ എഴുതുന്ന അവസരത്തിൽ അതിന്റെ തീയതി എഴുതണമല്ലോ. ആ തീയതി എവിടെയാണ് നമ്മൾ എഴുതേണ്ടത്? എവിടെയാണ്? ആർക്കെങ്കിലും അറിയോ എവിടെയാണ്? മുകളില് വലതുവശത്ത് അല്ലെ? തീയതി കത്തിന്റെ ഔപചാരികമായ ഒരു ഘടകമാണല്ലേ, അതുകൊണ്ട് അത് എവിടെയാണ് എഴുതേണ്ടത്? മുകളില് വലതുവശത്ത്. അടുത്ത ക്വസ്റ്റ്യൻ, മേലധികാരിക്ക് അയക്കുന്ന കത്ത് എങ്ങനെ അവസാനിപ്പിക്കണം? മേലധികാരിക്ക് കത്ത് എഴുതുമ്പോൾ ആ കത്ത് എഴുതുന്ന അവസരത്തില് കാര്യങ്ങളെല്ലാം എഴുതിയതിനു ശേഷം നമ്മൾ അവസാനിപ്പിക്കുന്ന അവസരത്തില് എങ്ങനെയാണ് അത് അവസാനിപ്പിക്കേണ്ടത്? ആദരവോടെ അവസാനിപ്പിക്കണം അല്ലെ? മേലധികാരിയുടെ ആദരവാണ് കത്തില് പ്രതിഫലിപ്പിക്കേണ്ടത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഔദ്യോഗിക കത്തില് അയച്ച ആളിന്റെ വിലാസം എഴുതേണ്ടത് എവിടെയാണ്? ഔദ്യോഗിക കത്തിൽ അയച്ച ആളിന്റെ വിലാസം എവിടെയാണ് എഴുതേണ്ടത്? 4 ഓപ്ഷൻ ഉണ്ട്, ഏതാണ് ശരി ഉത്തരം? ഉത്തരം ബി ആണല്ലേ, മുകളില് ഇടതുവശത്താണ് ഔദ്യോഗിക കത്തിൽ അയച്ച ആളിന്റെ വിലാസം എഴുതേണ്ടത്, മുകളിൽ ഇടതുവശത്ത്. ഔദ്യോഗിക കത്തിൽ അയച്ച ആളിന്റെ വിലാസം മുകളിൽ ഇടതുവശത്താണ് എഴുതുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിഷയം എന്ന പദം എഴുതുമ്പോൾ ശരിയായ രീതി ഏത്? വിഷയം എന്ന പദം എഴുതുമ്പോൾ ശരിയായ രീതി ഏത്? 4 ഓപ്ഷൻ ഉണ്ട്, ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, വിഷയം ആണ്. സി ആണ് കറക്റ്റ് ആൻസർ. മലയാള ഔദ്യോഗികത്തില് വിഷയം എന്നാണ് ഉപയോഗിക്കുന്നത്. മേലധികാരിക്ക് അയക്കുന്ന കത്തിൽ ഉപയോഗിക്കേണ്ട വാക്യ ശൈലി ഏത്? മേലധികാരിക്ക് അയക്കുന്ന കത്തിൽ ഉപയോഗിക്കേണ്ട വാക്യ ശൈലി ഏത്? 4 ഓപ്ഷൻ ഉണ്ട്, ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ, അപേക്ഷക ശൈലിയാണ് ഉപയോഗിക്കേണ്ടത്. അതുപോലെ തന്നെ അപേക്ഷകളോ ആവശ്യങ്ങളോ ഒക്കെ വിനയപൂർവം അറിയിക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഔദ്യോഗിക കത്തില് ഇതിനാൽ എന്ന പദം സാധാരണയായി ഉപയോഗിക്കുന്നത് എന്തിനാണ്? ഔദ്യോഗിക കത്തില് ഇതിനാൽ എന്ന പദം സാധാരണയായി ഉപയോഗിക്കുന്നത് എന്തിനാണ്? എന്തിനാണ് ഇതിനാൽ എന്ന പദം സാധാരണയായി ഉപയോഗിക്കുന്നത്? 4 ഓപ്ഷൻ ഉണ്ട്, ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, അവസാന ഭാഗത്ത് അപേക്ഷ അറിയിക്കാൻ. ഇതിനാൽ എന്ന പദം അപേക്ഷയുടെ നിഗമന ഭാഗത്ത് ഉപയോഗിക്കുന്നു. ഇതിനാൽ എന്ന പദം അപേക്ഷയുടെ നിഗമന ഭാഗത്ത് ഉപയോഗിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഔദ്യോഗിക കത്തിലെ കാരണങ്ങൾ വിശദീകരിക്കുമ്പോൾ പാലിക്കേണ്ടത് ഏത്? ഔദ്യോഗിക കത്തിലൊക്കെ എഴുതുന്ന അവസരത്തിൽ കാരണങ്ങളൊക്കെ വിശദീകരിക്കുമ്പോൾ പാലിക്കേണ്ടത് ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്, ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, വ്യക്തതയും ചുരുക്കവും ഉണ്ടായിരിക്കണം. അതായത് വ്യക്തവും സംക്ഷിപ്തവുമായ വിശദീകരണമാണ് ഏറ്റവും ഉചിതം. മേലധികാരിക്ക് അയക്കുന്ന കത്തില് ദയവായി എന്ന പദം ഉപയോഗിക്കുന്നത് എന്തിന്? മേലധികാരിക്കൊക്കെ അയക്കുന്ന കത്തിൽ ദയവായി എന്ന പദം ഉപയോഗിക്കുന്നത് എന്തിനാണ്? 4 ഓപ്ഷൻ ഉണ്ട്, ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ, വിനയം പ്രകടിപ്പിക്കാൻ. ദയവായി എന്ന് ഉപയോഗിക്കുന്ന പദം ഉപയോഗിക്കുന്നത് എന്തിനാണ്? അത് വിനയം പ്രകടിപ്പിക്കാനാണ് അല്ലേ? ഔദ്യോഗിക കത്തില് വിനയം അനിവാര്യമാണ്. ഔദ്യോഗിക കത്തിൽ ഒഴിവാക്കേണ്ട വികാരം ഏത്? ഔദ്യോഗിക കത്തിൽ ഒഴിവാക്കേണ്ട വികാരം ഏതാണ്? കോപമാണല്ലേ. കോപം ഔദ്യോഗിക കത്തില് ഒരു കാരണവശാലും പാടില്ല. അതിന് കോപമോ ആരോപണമോ ഔദ്യോഗിക ഘട്ടത്തില് പാടില്ല. വിനയമാണ് ആവശ്യം. മേലധികാരിക്ക് നൽകിയ അപേക്ഷയുടെ ശരിയായ ശൈലി ഏത്? മേലധികാരിക്ക് നൽകിയ അപേക്ഷയുടെ ശരിയായ ശൈലി ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്, ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ, ഏതാണ്? അപേക്ഷിക്കുന്ന രീതിയില് മേലധികാരിക്ക് അപേക്ഷിക്കുന്ന ശൈലിയാണ് ഉചിതം. എന്നതിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? അതാർക്കും അറിയാൻ സാധിക്കില്ല എന്ന് തോന്നുന്നില്ല. അപ്പോൾ ഫസ്റ്റ് എയ്ഡ് എന്നതിന്റെ പ്രധാന ലക്ഷ്യം ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്, അതിനകത്ത് ഏതാണ് ശരി ഉത്തരം? ഏതാണ്?
ഓപ്ഷൻ സി ആണല്ലേ, അടിയന്തര അവസ്ഥയിൽ ജീവൻ രക്ഷിക്കുക. അതാണല്ലേ ഫസ്റ്റ് എയ്ഡിന്റെ പ്രധാന ലക്ഷ്യം. എന്താണ്? അടിയന്തര അവസ്ഥയിൽ ജീവൻ രക്ഷിക്കുക. ഫസ്റ്റ് എയ്ഡിന്റെ പ്രധാന ലക്ഷ്യം ജീവൻ രക്ഷിക്കുകയും അവസ്ഥ വഷളാകുന്നത് തടയുകയും ചെയ്യുക എന്നതാണ്. അപ്പോൾ പ്രത്യേകം ഓർത്തിരിക്കണം, ഫസ്റ്റ് എയ്ഡ് എന്നതിന്റെ പ്രധാന ലക്ഷ്യം ജീവൻ രക്ഷിക്കുകയും അവസ്ഥ വഷളാകുന്നത് തടയുകയും ചെയ്യുകയാണ്. മിൽമ ഫാക്ടറിയിൽ ഫസ്റ്റ് എയ്ഡിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? മിൽമ ഫാക്ടറിയിൽ ഫസ്റ്റ് എയ്ഡിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ, അപകടത്തിന് ശേഷം ഉടൻ ജീവൻ രക്ഷിക്കുക. അപകടത്തിന് ശേഷം ഉടൻ ജീവൻ രക്ഷിക്കുക. അതായത് ഫസ്റ്റ് എയ്ഡ് അടിയന്തര സാഹചര്യത്തിൽ ജീവൻ രക്ഷിക്കുകയും അവസ്ഥ മോശമാകുന്നത് തടയുകയും ചെയ്യുന്നതാണ്. ഫസ്റ്റ് എയ്ഡ് അടിയന്തര സാഹചര്യത്തിൽ ജീവൻ രക്ഷിക്കുകയും അവസ്ഥ മോശമാകുന്നത് തടയുകയും ചെയ്യുന്നതാണ്. അപ്പോൾ മിൽമ ഫാക്ടറിയിൽ ഫസ്റ്റ് എയ്ഡിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? അപകടത്തിന് ശേഷം ഉടൻ ജീവൻ രക്ഷിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഡയറി പ്ലാന്റിൽ മെഷീൻ മൂലം കൈക്ക് പരിക്കേറ്റാൽ ആദ്യം ചെയ്യേണ്ടത്? ഡയറി പ്ലാന്റില് മെഷീൻ മൂലം കൈക്ക് പരിക്കേറ്റാൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ, മെഷീൻ ഉടനെ ഓഫ് ചെയ്യുക. ഡയറി പ്ലാന്റിൽ മെഷീൻ മൂലം കൈക്ക് പരിക്കേറ്റാൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? മെഷീൻ ഉടനെ ഓഫ് ചെയ്യുക. മിൽമ ബോയിലർ സെക്ഷനില് പൊള്ളലേറ്റാൽ ശരിയായ ഫസ്റ്റ് എയ്ഡ്? മിൽമ ബോയിലർ സെക്ഷനിൽ പൊള്ളലേറ്റാൽ ശരിയായ ഫസ്റ്റ് എയ്ഡ് എന്താണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ, തണുത്ത വെള്ളം ഒഴിക്കുക. മിൽമ ബോയിലർ സെക്ഷനിൽ പൊള്ളലേറ്റാൽ, അതായത് സ്റ്റീം ബേണില് ശരിയായ ഫസ്റ്റ് എയ്ഡ് എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ചെയ്യേണ്ടത്? തണുത്ത വെള്ളം ഒഴിക്കുക. ഇലക്ട്രിക്കൽ ഷോക്കേറ്റ ജീവനക്കാരനെ രക്ഷിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഇലക്ട്രിക്കൽ ഷോക്കേറ്റ ജീവനക്കാരനെ രക്ഷിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ്? വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക. ഇലക്ട്രിക്കൽ ഷോക്കേറ്റ ജീവനക്കാരനെ രക്ഷിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടതാണ് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, അമോണിയ ലീക്ക് മൂലം ശ്വാസതടസ്സം വന്നാൽ ആദ്യം ചെയ്യേണ്ടത്? അമോണിയ ലീക്ക് മൂലം ശ്വാസതടസ്സമൊക്കെ ഉണ്ടായാൽ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ് ആദ്യം ചെയ്യേണ്ടത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, തുറന്ന വായുവിലേക്ക് മാറ്റുക. അമോണിയ ലീക്ക് മൂലം ശ്വാസതടസ്സം വന്നാൽ ആദ്യം തുറന്ന വായുവിലേക്ക് മാറ്റുക. അടുത്ത ക്വസ്റ്റ്യൻ, ഡയറി പ്ലാന്റിൽ സ്ലിപ്പ് ചെയ്ത് വീണ് അസ്ഥിഭംഗം സംശയിക്കുമ്പോൾ, ഡയറി പ്ലാന്റിലൊക്കെ സ്ലിപ്പ് ചെയ്ത് വീഴുന്ന അവസരത്തിൽ അസ്ഥിഭംഗം സംശയിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഭാഗം അനക്കാതെ വയ്ക്കുക. ഡയറി പ്ലാന്റിലൊക്കെ സ്ലിപ്പ് ചെയ്ത് വീണ് അസ്ഥിഭംഗം സംശയിക്കുന്ന അവസരത്തിൽ എന്താണ് ചെയ്യേണ്ടത്? പ്രസ്തുത ഭാഗം അനക്കാതെ വയ്ക്കുക. അതാണ് ചെയ്യേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, രക്തസ്രാവം കൂടുതലായാൽ മിൽമ പ്ലാന്റിൽ ശരിയായ നടപടി? രക്തസ്രാവം കൂടുതലായാൽ മിൽമ പ്ലാന്റിൽ ശരിയായ നടപടി? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? മുറിവിന് നേരിട്ട് സമ്മർദ്ദം നൽകുക. മുറിവിന് നേരിട്ട് സമ്മർദ്ദം നൽകുക. രക്തസ്രാവം കൂടുതലായാൽ മിൽമ പ്ലാന്റിൽ ശരിയായ നടപടി എന്താണ്? മുറിവിന് നേരിട്ട് സമ്മർദ്ദം നൽകുക. കെമിക്കൽ ക്ലീനിങ് ഏജന്റുകൾ കണ്ണിൽ പതിച്ചാൽ, കെമിക്കൽ ക്ലീനിങ് ഏജന്റുകൾ കണ്ണിൽ പതിച്ചാൽ 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? കെമിക്കൽ ക്ലീനിങ് ഏജന്റുകൾ കണ്ണിൽ പതിച്ചാൽ എന്താണ് ചെയ്യേണ്ടത്? ധാരാളം വെള്ളത്തിൽ അത് കഴുകുക. ധാരാളം വെള്ളത്തിൽ കഴുകുക. അടുത്ത ക്വസ്റ്റ്യൻ, മിൽമ ഫാക്ടറിയിൽ ബോധരഹിതനായെങ്കിലും ശ്വാസം എടുക്കുന്ന ജീവനക്കാരനെ, മിൽമ ഫാക്ടറിയിൽ ബോധരഹിതനായെങ്കിലും ശ്വാസം എടുക്കുന്ന ജീവനക്കാരനെ എന്താണ് ചെയ്യേണ്ടത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ, റിക്കവറി പൊസിഷനിൽ കിടത്തുക. മിൽമ ഫാക്ടറിയിൽ ബോധരഹിതനായിട്ടുണ്ടെങ്കിലും ശ്വാസം എടുക്കുന്ന ജീവനക്കാരൻ എന്താണ് ചെയ്യുന്നത്? റിക്കവറി പൊസിഷനിൽ കിടത്തുക. അടുത്ത ക്വസ്റ്റ്യൻ, CPR നൽകേണ്ട സാഹചര്യം ഏത്? ഈ CPR നൽകുന്നതിനെ കുറിച്ചൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ? അത് നൽകേണ്ട സാഹചര്യം ഏതാണ്? ശ്വാസവും ഹൃദയമിടിപ്പും ഇല്ലെങ്കിൽ, ശ്വാസവും ഹൃദയമിടിപ്പും ഇല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? CPR നൽകണം അല്ലെ? CPR നൽകേണ്ട സാഹചര്യം ഏതാണ്? ശ്വാസവും ഹൃദയമിടിപ്പും ഇല്ലെങ്കിൽ.
അടുത്ത ക്വസ്റ്റ്യൻ, ഫാക്ടറിയിലെ ഫസ്റ്റ് എയ്ഡ് നൽകുന്നയാൾ ആദ്യം ഉറപ്പാക്കേണ്ടത്, ഈ ഫാക്ടറിയിലൊക്കെ ഫസ്റ്റ് എയ്ഡ് നൽകുന്നയാള് ആദ്യം ഉറപ്പാക്കേണ്ടത് എന്താണ്? സ്വന്തം സുരക്ഷയാണ് അല്ലെ. ഫാക്ടറിയിൽ ഫസ്റ്റ് എയ്ഡ് നൽകുന്നയാൾ ആദ്യം ഉറപ്പാക്കേണ്ടത് എന്താണ്? സ്വന്തം സുരക്ഷ. അടുത്ത ക്വസ്റ്റ്യൻ, മിൽമ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടത്, മിൽമ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടത്. എല്ലാവർക്കും ഫസ്റ്റ് എയ്ഡ് ബോക്സിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് അറിയാവുന്നതായിരിക്കും. എന്നാൽ മിൽമയുടെ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടത് എന്താണെന്ന് വ്യക്തമായിട്ട് ധാരണ ഉണ്ടാവില്ല അല്ലെ. എന്താണ് ഉണ്ടായിരിക്കേണ്ടത്? ബാൻഡേജ്, ആന്റിസെപ്റ്റിക്, ഗ്ലൗസ്, ബാൻഡേജ്, ആന്റിസെപ്റ്റിക്, ഗ്ലൗസ് എന്നിവ മിൽമ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കൂളഡ് ഏരിയയിൽ ജോലി ചെയ്യുമ്പോൾ ഹൈപ്പോതെർമിയ ലക്ഷണം, കൂളഡ് ഏരിയയിൽ ജോലി ചെയ്യുമ്പോൾ ഹൈപ്പോതെർമിയ ലക്ഷണം എന്താണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് അല്ലെ, വിറയൽ, ബോധക്ഷയം. കൂളഡ് ഏരിയയിൽ ജോലി ചെയ്യുമ്പോൾ ഹൈപ്പോതെർമിയ ലക്ഷണം വിറയൽ, ബോധക്ഷയം. അടുത്ത ക്വസ്റ്റ്യൻ, അമോണിയ ലീക്കുള്ള സ്ഥലത്ത് ഫസ്റ്റ് എയ്ഡ് നൽകുമ്പോൾ, അമോണിയ ലീക്കുള്ള ഒരു സ്ഥലത്ത് ഫസ്റ്റ് എയ്ഡ് നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? PPE ഉപയോഗിച്ചാണ് പ്രവേശനം അല്ലെ, PPE ഉപയോഗിച്ചാണ് പ്രവേശനം. അടുത്ത ക്വസ്റ്റ്യൻ, മിൽമ പ്ലാന്റിൽ എമർജൻസി സമയത്ത് പ്രധാനമായും പിന്തുടരേണ്ടത്, മിൽമ പ്ലാന്റിലെ എമർജൻസി സമയത്ത് പ്രധാനമായും പിന്തുടരേണ്ടത് എന്താണ്? പ്രധാനമായും പിന്തുടരേണ്ടത് സുരക്ഷാ നടപടികള്. മിൽമ പ്ലാന്റിൽ എമർജൻസി സമയത്ത് പ്രധാനമായും പിന്തുടരേണ്ടതാണ് സുരക്ഷാ നടപടികള്. അടുത്ത ക്വസ്റ്റ്യൻ, ഫസ്റ്റ് എയ്ഡ് പരിശീലനം മിൽമ ജീവനക്കാർക്ക് ആവശ്യമായത് എന്തുകൊണ്ട്? ഫസ്റ്റ് എയ്ഡ് പരിശീലനം മിൽമ ജീവനക്കാർക്ക് ആവശ്യമായത് എന്തുകൊണ്ടാണ്? അപകട സമയത്ത് ഉടൻ പ്രതികരിക്കാൻ. ഇപ്പോൾ അപകടമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഉടനടി അത് പ്രതികരിക്കാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് എയ്ഡ് പരിശീലനം മിൽമക്കാർക്ക് ആവശ്യമായത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡയറി പ്ലാന്റില് തീപിടുത്തം ഉണ്ടായാൽ പരിക്കേറ്റയാളെ രക്ഷിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്ത്? ഡയറി പ്ലാന്റിലൊക്കെ തീപിടുത്തമൊക്കെ ഉണ്ടായാൽ പരിക്കേറ്റയാളെ രക്ഷിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റുക. എന്താണ് ചെയ്യേണ്ടത്? സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റുക. അടുത്ത ക്വസ്റ്റ്യൻ, ഫസ്റ്റ് എയ്ഡ് നൽകുമ്പോൾ പാടില്ലാത്തത് ഏത്? ഫസ്റ്റ് എയ്ഡ് ഒക്കെ നൽകുന്ന അവസരത്തില് പാടില്ലാത്തത് ഈ 4 ഓപ്ഷനകത്ത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? അനാവശ്യമായ പരിക്ക് അനക്കുക. അത് ഫസ്റ്റ് എയ്ഡ് നൽകുമ്പോൾ പാടില്ലാത്ത ഒരു കാര്യമാണ്. എന്താണ്? അനാവശ്യമായ പരിക്ക് അനക്കുക. അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. അടുത്ത്, മിൽമ പ്ലാന്റിലെ എമർജൻസി നമ്പറുകൾ, മിൽമ പ്ലാന്റിലെ എമർജൻസി നമ്പറുകൾ 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? മിൽമ പ്ലാന്റിലെ എമർജൻസി നമ്പറുകൾ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ പ്രദർശിപ്പിച്ചിരിക്കണം അല്ലെ. മിൽമ പ്ലാന്റിലെ എമർജൻസി നമ്പറുകൾ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ പ്രദർശിപ്പിച്ചിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, മിൽമയിൽ ഫസ്റ്റ് എയ്ഡ് ഒരു ഡാഷ് ആണ്. മിൽമയില് ഫസ്റ്റ് എയ്ഡ് ഒരു ഡാഷ് ആണ്. എന്താണ് മിൽമയിൽ ഫസ്റ്റ് എയ്ഡ്? മിൽമയില് ഫസ്റ്റ് എയ്ഡ് ഒരു നിർബന്ധിത സുരക്ഷാ നടപടിയാണ്. അപ്പോൾ മിൽമയില് ഫസ്റ്റ് എയ്ഡ് ഒരു നിർബന്ധിത സുരക്ഷാ നടപടിയാണ്. ഡയറി യൂണിറ്റില് ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുൻപ് നിർബന്ധമായി ചെയ്യേണ്ടത് ഏത്? 4 ഓപ്ഷൻ താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഡയറി യൂണിറ്റിൽ ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുൻപ് നിർബന്ധമായി ചെയ്യേണ്ടത് ഏതാണ്? കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുക. ഡയറി യൂണിറ്റിലെ ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് കൈകള് സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുക. കൈ ശുചിത്വം, ഭക്ഷ്യ മലിനീകരണം ഒഴിവാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ശുചിത്വ രീതിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഉൽപാദന മേഖലയിൽ പ്രവേശിക്കുമ്പോൾ തൊഴിലാളികൾ ധരിക്കേണ്ടതിൽ ഉൾപ്പെടാത്തത് ഏത്? ഉൽപാദന മേഖലയിൽ പ്രവേശിക്കുമ്പോൾ തൊഴിലാളികൾ ധരിക്കേണ്ടതിൽ ഉൾപ്പെടാത്തത് ഏത്? 4 ഓപ്ഷൻ താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഉൽപാദന മേഖലയിലൊക്കെ പ്രവേശിക്കുന്ന അവസരത്തിൽ തൊഴിലാളികൾ ധരിക്കേണ്ടതിൽ ഉൾപ്പെടാത്തത് ഏതാണ് എന്നാണ് ചോദ്യം. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, കൈവളകള്. അതായത് ആഭരണങ്ങള് ഭക്ഷ്യ മലിനീകരണത്തിനും അപകടങ്ങൾക്കും കാരണമാകാം. അതുകൊണ്ടത്
ധരിക്കേണ്ടതില്ല എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, നഖങ്ങളെ കുറിച്ചുള്ള ശരിയായ വ്യക്തി ശുചിത്വ രീതി ഏത്? നഖങ്ങളെ കുറിച്ചുള്ള ശരിയായ വ്യക്തി ശുചിത്വ രീതി ഏത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ. നഖങ്ങൾ ചെറുതും വൃത്തിയുള്ളതുമായിരിക്കണം അല്ലേ. നീളം കൂടിയ നഖങ്ങളിൽ അഴുക്ക് അടിഞ്ഞുകൂടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നഖങ്ങൾ ചെറുതും വൃത്തിയുള്ളതുമായിരിക്കണം. അപ്പോൾ നഖങ്ങളെ കുറിച്ചുള്ള ശരിയായ വ്യക്തി ശുചിത്വ രീതി ഏതാണ്? നഖങ്ങൾ ചെറുതും വൃത്തിയുള്ളതുമായിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, ഡയറി ഉൽപാദന മേഖലയിൽ പാടില്ലാത്ത പ്രവൃത്തി ഏത്? ഡയറി ഉൽപാദന മേഖലയിൽ പാടില്ലാത്ത പ്രവൃത്തി ഏത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ. തുപ്പല്, പുകവലി, ഇത്തരം ശീലങ്ങള് ഭക്ഷ്യസുരക്ഷയെ ഗുരുതരമായി ബാധിക്കും. അതുകൊണ്ട് ഇത് പാടില്ലാത്ത പ്രവർത്തികളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കൈ കഴുകേണ്ട സാഹചര്യം ഏത്? കൈ കഴുകേണ്ട സാഹചര്യമുണ്ട്. ഈ താഴെ 4 ഓപ്ഷൻ്റെ അകത്ത് ഏതാണ് അതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ. മുകളിൽ പറഞ്ഞവയെല്ലാം, അതായത് ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് കൈ കഴുകണം, ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം കൈ കഴുകണം, തുമ്മിയതിന് ശേഷം കൈ കഴുകണം. അപ്പോൾ ഈ എല്ലാ സാഹചര്യങ്ങളും കൈ കഴുകല് നിർബന്ധമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, രോഗലക്ഷണങ്ങളുള്ള ജീവനക്കാരൻ ചെയ്യേണ്ടത് എന്ത്? രോഗലക്ഷണങ്ങളൊക്കെ ഉള്ള ജീവനക്കാരനെ സംബന്ധിച്ചിടത്തോളം ചെയ്യേണ്ടത് എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ. മേലധികാരിയെ അറിയിക്കുക. രോഗമുള്ളവര് ഭക്ഷ്യ കൈകാര്യം ചെയ്യരുത്. അത് തനിക്ക് രോഗലക്ഷണങ്ങളുള്ള ജീവനക്കാരൻ അത് മേലധികാരിയെ അറിയിക്കുകയാണ് ചെയ്യേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, മുറിവുള്ള ജീവനക്കാരൻ സ്വീകരിക്കേണ്ട ശരിയായ നടപടി ഏത്? മുറിവുകളൊക്കെ ഉള്ള ജീവനക്കാരൻ സ്വീകരിക്കേണ്ട ശരിയായ നടപടി ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. വാട്ടർ പ്രൂഫ് ബാൻഡേജ് ഉപയോഗിക്കുക. അതായത് മുറിവുകൾ ശരിയായി മൂടിയാൽ മലിനീകരണം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും അല്ലെ. അതുകൊണ്ട് മുറിവുള്ള ജീവനക്കാരൻ സ്വീകരിക്കേണ്ട ശരിയായ നടപടി എന്താണ്? വാട്ടർ പ്രൂഫ് ബാൻഡേജ് ഉപയോഗിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, വ്യക്തി ശുചിത്വവുമായി ബന്ധപ്പെട്ട മിൽമ പിന്തുടരുന്ന മാനദണ്ഡങ്ങൾ ഏത്? വ്യക്തി ശുചിത്വവുമായിട്ട് ബന്ധപ്പെട്ട് മിൽമ പിന്തുടരുന്ന ചില മാനദണ്ഡങ്ങളുണ്ട്. അത് ഏത് മാനദണ്ഡമാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ. ഏതാണ്? FSSAI, GMB, HACCP. മിൽമ ഡയറി യൂണിറ്റുകൾ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കുന്നു. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഉൽപാദന മേഖലയിലെ ശരിയായ വസ്ത്രധാരണ രീതി ഏത്? ഉൽപാദന മേഖലയിലെ ശരിയായ വസ്ത്രധാരണ രീതി ഏത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ. വൃത്തിയായ യൂണിഫോം, ക്യാമ്പ്, ഏപ്രൺ. അതായത് വൃത്തിയായ സംരക്ഷണ വസ്ത്രങ്ങള് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നു. അതുകൊണ്ട് തന്നെ ഉൽപാദന മേഖലയിൽ ശരിയായ വസ്ത്രധാരണം ആവശ്യമാണ്. അതിന്റെ രീതിയാണ് വൃത്തിയായ യൂണിഫോം, ക്യാമ്പ്, ഏപ്രൺ. വ്യക്തി ശുചിത്വത്തിന്റെ പ്രധാന ലക്ഷ്യം ഏത്? വ്യക്തി ശുചിത്വത്തിന്റെ പ്രധാന ലക്ഷ്യം ഏത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ. ഭക്ഷ്യ മലിനീകരണം തടയല്. വ്യക്തി ശുചിത്വത്തിലൂടെ നമുക്ക് ഭക്ഷ്യ മലിനീകരണം ഒരു പരിധി വരെ തടയാൻ സാധിക്കും. അത് വ്യക്തി ശുചിത്വത്തിന്റെ മുഖ്യ ലക്ഷ്യം ഭക്ഷ്യസുരക്ഷയാണ്. അത് ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, കൈ കഴുകാൻ ഏറ്റവും അനുയോജ്യമായത് ഏത്? കൈ കഴുകാൻ ഏറ്റവും അനുയോജ്യമായത് ഏതാണ്? ഓപ്ഷൻ 4 ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. സോപ്പും ഏതാണ്? സോപ്പും ശുദ്ധജലവും. അതാണ് കൈ കഴുകാൻ ഏറ്റവും അനുയോജ്യമായ രീതി. സോപ്പും വെള്ളവും ചേർന്ന കൈ കഴുകല് ആണ് ഏറ്റവും ഫലപ്രദം. അടുത്ത ക്വസ്റ്റ്യൻ, ഡയറി യൂണിറ്റില് ഹെയർ നെറ്റ് ധരിക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശം ഏത്? ഡയറി യൂണിറ്റില് ഹെയർ നെറ്റ് ധരിക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശം ഏത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ. മുടി വീഴുന്നത് തടയാൻ. മുടി ഭക്ഷ്യത്തിലേക്ക് വീഴുന്നത് മലിനീകരണത്തിന് കാരണമാകും. അതുകൊണ്ട് തന്നെ ഡയറി യൂണിറ്റിൽ ഹെയർ നെറ്റ് ധരിക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്താണ്? അത് മുടി ഭക്ഷ്യത്തിലേക്ക് വീഴുന്നത് മലിനീകരണത്തിന് കാരണമാകും. അത് തടയുന്നതിന് വേണ്ടിയിട്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ,
ഗ്ലൗസ് ഉപയോഗിക്കുമ്പോൾ ശരിയായ രീതി ഏത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഗ്ലൗസ് ഉപയോഗിക്കുമ്പോൾ ശരിയായ രീതി ഏതാണ്? ശരി ഉത്തരം ഏതാണ്? ആവശ്യമായപ്പോൾ മാറ്റി ഉപയോഗിക്കല്. അതായത് മലിനമായ ഗ്ലൗസ് കൈ കഴുകാതിരിക്കുന്നതിന് പകരമല്ല. അതുകൊണ്ട് അത് ആവശ്യമായപ്പോൾ മാറ്റി ഉപയോഗിക്കലാണ് ഗ്ലൗസ് ഉപയോഗിക്കുമ്പോഴുള്ള ശരിയായ രീതി. അടുത്ത ക്വസ്റ്റ്യൻ. ഉൽപാദന മേഖലയിൽ പാടില്ലാത്തത് ഏത്? ഉൽപാദന മേഖലയിൽ പാടില്ലാത്തത് ഏത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണല്ലേ, കുടിവെള്ളം കുടിക്കല്. ഉൽപാദന മേഖലയിൽ പാടില്ലാത്ത ഏതാണ്? കുടിവെള്ളം കുടിക്കല്. ഭക്ഷണവും പാനീയങ്ങളും ഉൽപാദന മേഖലയിൽ അനുവദനീയമല്ല. വ്യക്തി ശുചിത്വവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? വ്യക്തി ശുചിത്വവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, ഭക്ഷ്യസുരക്ഷയുടെ ഭാഗമാണ് വ്യക്തി ശുചിത്വം. വ്യക്തി ശുചിത്വം ഭക്ഷ്യസുരക്ഷയുടെ പ്രധാന ഘടകമാണ്. അതുകൊണ്ട് തന്നെ വ്യക്തി ശുചിത്വം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അത് കൃത്യമായ രീതിയിൽ പിന്തുടരേണ്ടത് ആവശ്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ശരിയായ ശീലം ഏത്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ശരിയായ ശീലം ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, കൈകൾ പതിവായി കഴുകുക. അതാണ് പതിവായ കൈ കഴുകൽ രോഗാണുവ്യാപനം തടയും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ശീലമാണ്. ഡയറി യൂണിറ്റിലെ ശുചിത്വ പരിശീലനത്തിന്റെ ലക്ഷ്യം ഏത്? ഡയറി യൂണിറ്റിലെ ശുചിത്വ പരിശീലനത്തിന്റെ ലക്ഷ്യം ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, ഭക്ഷ്യ മലിനീകരണം ഒഴിവാക്കല്. അതായത് പരിശീലന ഭക്ഷ്യസുരക്ഷ ബോധവൽക്കരണത്തിനാണ്. അപ്പോൾ ഡയറി യൂണിറ്റിലെ ശുചിത്വ പരിശീലനത്തിന്റെ ലക്ഷ്യം എന്താണ്? ഭക്ഷ്യ മലിനീകരണം ഒഴിവാക്കല്. വ്യക്തി ശുചിത്വം പാലിക്കാത്തതിന്റെ ഫലം ഏത്? വ്യക്തി ശുചിത്വം പാലിക്കാത്തതിന്റെ ഫലം ഏത്? ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ, ഭക്ഷ്യ മലിനീകരണം. വ്യക്തി ശുചിത്വം പാലിക്കാത്തതിന്റെ ഫലം ഏതാണ്? ഭക്ഷ്യ മലിനീകരണം. ശുചിത്വക്കുറവ് ഉൽപ്പന്നങ്ങളുടെ സുരക്ഷയെ ബാധിക്കും. മാസ്ക് ധരിക്കൽ നിർബന്ധമായ സാഹചര്യം ഏത്? മാസ്ക് ധരിക്കല് നിർബന്ധമായ സാഹചര്യം ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ, ഉൽപാദന മേഖലയിലാണല്ലേ മാസ്ക് ധരിക്കൽ നിർബന്ധമായ സാഹചര്യം. ഉൽപാദന മേഖലയിൽ ശ്വാസത്തിലൂടെ രോഗാണുക്കൾ പകരാതിരിക്കാൻ മാസ്ക് ഉപയോഗിക്കുന്നു. മാസ്ക് സഹായിക്കുന്നു. മിൽമ യൂണിറ്റുകളിൽ വ്യക്തി ശുചിത്വം പരിശോധിക്കുന്നത് ആര്? മിൽമ യൂണിറ്റിലൊക്കെ വ്യക്തി ശുചിത്വം പരിശോധിക്കാൻ ആളുണ്ടാവും അല്ലെ? അത് പരിശോധിക്കുന്ന ആരാണ്? നിങ്ങൾക്കറിയോ ആരാണ്? ഗുണനിലവാര നിയന്ത്രണ വിഭാഗമാണ് അല്ലെ. മിൽമ യൂണിറ്റിലെ വ്യക്തി ശുചിത്വം പരിശോധിക്കുന്ന ആരാണ്? ഗുണനിലവാര നിയന്ത്രണ വിഭാഗം. ക്വാളിറ്റി കൺട്രോൾ വിഭാഗം ശുചിത്വ മാനദണ്ഡങ്ങൾ ഉറപ്പാക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.